പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സക്സീഡ് ആവുന്നത് ഇപ്പം നമുക്കൊക്കെ ഉള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ബിസിനസ് മീറ്റിങ്ങിന് പോയിട്ട് ആ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ ചിലപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ മുമ്പിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഒറ്റ അവസരമായിരിക്കും. അപ്പോൾ അവിടെ പതറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ചേഞ്ച് യുവർ ലൈഫ്. അതൊരു എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അതാണ്. നമുക്ക് ഒരുപാട് ഒരു ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ ആൾക്കാരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആരും ഒന്നും മിണ്ടത്തില്ല. അവർക്ക് ക്വസ്റ്റ്യൻ ഇല്ലാഞ്ഞിട്ടല്ല അവർ മിണ്ടാത്തത്, പേടി കാരണം. ഞാൻ എന്ത് ചോദിക്കും, ഞാൻ ചോദിച്ചാൽ ശരിയാവോ എന്നുള്ള പേടി കാരണമാണ് ചോദിക്കാത്ത. അവർക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെ, ഇപ്പൊ മലയാളികൾ എപ്പോഴും ഇന്റർവ്യൂസിന് നമ്മൾ വർക്കില് ചിലപ്പോൾ നമ്മൾ ഹാർഡ് വർക്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷെ നമ്മൾ ഇന്റർവ്യൂവിൽ സ്ട്രഗിൾ ചെയ്യാത്ത ആരാ ഉള്ളത്? ഇന്റർവ്യൂവിലും കമ്മ്യൂണിക്കേഷനിലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. പക്ഷെ അതേസമയം എനിക്ക് നമ്മളോട് പണ്ട് വർക്ക് ചെയ്ത 2-3 ചേച്ചിമാരുണ്ട്. ഇംഗ്ലീഷ് പാടാണ് ചേച്ചിക്ക്, പക്ഷെ മലയാളത്തിൽ ചേച്ചി അവിടെ ഒരു ഹോസ്പിറ്റലിലെ ഇംഗ്ലീഷ് ഇടയിൽ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് മലയാളത്തിൽ അശ്വത ചായ വേണോ നിനക്കെന്ന് ചോദിക്കരുത് ചേച്ചി. അത് അങ്ങനെ അത് വേറൊരു കോൺഫിഡൻസ് ആണ്. പക്ഷെ അവര് അത് കൾച്ചറലി അപ്രോപ്രിയേറ്റ് കോൺഫിഡൻസ് ആണ്.